കഥയുടെ ബാക്കി ഭാഗം. ആകെ വേവലാതിപ്പെട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പാതയുടെ കിഴക്കോരത്ത് ഒരു ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. പാതയിലൂടെ 3-4 പേർ പാഞ്ഞു വരുന്നു. അവരുടെ മുന്നിൽ പ്രായമായ ഒരു സ്ത്രീ. ചിതറിക്കിടക്കുന്ന മുടിയും അഴുക്കുപുരണ്ട വസ്ത്രങ്ങളുമുള്ള അവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു. ഇടയ്ക്ക് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. അതിനിടയിൽ ആരുടെയോ അയ്യോ എന്നുള്ള നിലവിളി. പാതയിലൂടെ ഒരു പോലീസ് വാൻ ചീറിപ്പാഞ്ഞു. നടക്കുന്ന ഈ കാഴ്ചകളിൽ അവൾക്ക് തൊണ്ട വറ്റി. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? അങ്ങനെയാൽ തൽക്കാലം രക്ഷയുണ്ടെങ്കിലും വീട്ടിൽ എത്തിച്ചേരുന്നത് എങ്ങനെ? ബസ് സ്റ്റോപ്പിന് തൊട്ടുമുകളിൽ കനത്ത ഒരിടി വെട്ടി. നിരത്തിൽ ഇരുട്ട് പെയ്തിറങ്ങുന്നു. അവളുടെ ബുദ്ധി പകച്ചു കിടക്കുന്ന പാതയ്ക്ക് മുകളിൽ അയ്യോ എന്നൊരു നിലവിളി ഭയാനകമായ ഒരാരവമായി നിറഞ്ഞു നിന്നു. ഗായത്രി! ശിരസിൽ ഇടിയേറ്റ വിധം അവൾ ഞെട്ടി. ഭയത്തോടെ തല തിരിച്ചപ്പോൾ മുന്നിൽ ഒരു അപരിചിതൻ. ഗായത്രിയല്ലേ? അവൾക്ക് ശബ്ദം വന്നില്ല. അവൾ തലകുലുക്കി. കണ്ണുകളിൽ ഇരുട്ട് കടക്കുന്നു. ആരാണിയാൾ? തന്നെ പേരെടുത്ത് വിളിക്കാൻ മാത്രം. ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു, ആഗതൻ പറഞ്ഞു. റോഡിലെ ആ തിരിവിൽ ജഡം ഇപ്പോഴും കിടക്കുകയാണ്. ബസ്സുകളൊക്കെ സ്റ്റേഡിയം റോഡിലൂടെ തിരിച്ചു വിട്ടിരിക്കുകയാണ്.